ആ സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആര്യനെ സപ്പോർട്ട് ചെയ്ത പലരും പുറത്തിറങ്ങിയ ശേഷം പ്ലേറ്റ് മറിച്ചത് ആര്യൻ അറിഞ്ഞിരുന്നു. തിരിച്ചു പറഞ്ഞത് കേട്ടിരുന്നു. അപ്പോൾ എന്താണ് തോന്നിയത്? പറഞ്ഞ ആൾക്കാർ എനിക്കൊന്നും തോന്നാന്നില്ല. ലൈക്ക് ഐ എം സേയിങ് എത്ര കോടി ജനങ്ങൾ ഈ ഷോ കാണുന്നു. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു സമയത്ത്. അതിലത്തെ ബിഗ് ബോസ് ടീം ആയാലും ലാലേട്ടൻ ആയാലും 72 ക്യാമറ ആയാലും എനിക്കറിയാൻ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ പറയില്ല, നമ്മൾ കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ നമ്മുടെ അഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം എടുക്കാൻ നോക്കും. ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയോ എന്തൊക്കെ പറയും. സോ ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ ഓൺലി ഐ നോ ദ ട്രൂത്ത്. ഐ എം ദ ബിഗസ്റ്റ്, ഈ പറഞ്ഞ പോലെ ഐ വിറ്റ്നസ്. നമ്മൾ കോർട്ടിൽ പോകുമ്പോൾ ചോദിക്കില്ലേ ബിഗസ്റ്റ് ഐ വിറ്റ്നസ് ആരാ ഈ ഒരു കേസിന്? ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഐ വിറ്റ്നസ് ഞാനാണ്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അവിടെ കിടന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്യൂ ആക്കിയിട്ട് ഇവർക്ക് വൈറലാവണമെങ്കിൽ ആവാം, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. ഐ എം ടോട്ടലി ഓക്കെ. യു ഹാവ് ഇന്ത്യ ഇസ് എ ഫ്രീ കൺട്രി, യു ഹാവ് എ ഫ്രീ സ്പീച്ച്, നിങ്ങൾ സംസാരിച്ചോളൂ. പക്ഷേ എനിക്ക് അത്ര ഉറപ്പുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വെറുതെ അവിടെ കിടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിട്ട് ആരോപണമാണെങ്കിലും ഇറ്റ് വോണ്ട് എഫക്ട് മീ ബിക്കോസ് ഐ നോ ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. സോ ഐ എം ടോട്ടലി ചിൽ അബൌട്ട് ഇറ്റ്. ആർക്ക് വേണമെങ്കിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം, നോ വറീസ്. ശരി. ഇപ്പം അനുമോൾ ആര്യനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വയസ്സിന് മൂത്തയാളെ പ്രേമിക്കാൻ നടക്കുന്നു, നീ പാൽക്കുപ്പിയാണ്, എനിക്കിഷ്ടം നല്ല ആണത്തമുള്ള ആണുങ്ങളെയാണെന്നൊക്കെ. ഈ പ്രതികരണങ്ങളോടൊക്കെ ആര്യൻ എന്താണ് പറയാനുള്ളത്? അതാ പറഞ്ഞ അനുമോളുടെ ഗെയിമാണ്. അനുമോൾ ഇങ്ങനെ പോലത്തെ ഈ പറഞ്ഞ ഇങ്ങനെ പോലത്തെ വാക്കുകൾ കുറേ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പാൽക്കുപ്പിയാണ് നീ, ഇങ്ങനെയാണ് നീ, അങ്ങനെയാണ് നീ. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഞാനും അനുമോൾ തമ്മിൽ നല്ല റാപ്പോസ് പോയിട്ടുണ്ട് അകത്ത് നിന്ന്. ലൈക്ക് നല്ല ടാസ്ക് ഒരുമിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കയറ് പിടിച്ച ടാസ്ക് ആയാലും ആ സമയത്ത് അവൾക്ക് പാൽക്കുപ്പി തോന്നിയില്ല. ആ സമയത്ത് വേണമെങ്കിൽ എന്നെ ഇഗ്നോർ അടിക്കായിരുന്നല്ലോ, വേണ്ട ചെയ്യില്ല, ആര്യനെ വേണ്ട, പാൽക്കുപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പാൽക്കുപ്പി, പിന്നെ ഈ പറഞ്ഞ ബാക്കിയെല്ലാ വാക്ക് എനിക്കതിൽ ഞാൻ പേഴ്സണലി ഒഫൻസ് എടുക്കാറില്ല ഇങ്ങനെ പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ സോ ഐ എം ഓക്കെ വട്ട് എവർ ഷീ കോൾസ് മീ, ഓർ ഐ എം എ യങ്ങർ പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു ഒരു കുട്ടിയാണ്, എങ്ങനെ പ്രേമിക്കാൻ പറ്റും? ഞാൻ ആ ഷോയിൽ പ്രേമിക്കാനൊന്നുമല്ല പോയത്. ഞാൻ ആ ഷോയുടെ വിന്നറാൻ വേണ്ടിയാണ് പോയത്. എല്ലാം ടാസ്ക് ചെയ്യാനും ആക്റ്റീവായിട്ട് നിൽക്കാനും എൻ്റെ പരമാവധി 100% കൊടുക്കാനും. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു സിനിമ പ്രാന്തനാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് എൻ്റെ മെയിൻ പ്ലാൻ. അപ്പോൾ അതല്ലാത്ത ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു ആൾക്കാർ എന്നെ അറിയും, ഇല്ലെങ്കിൽ എൻ്റെ അഭിനയം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ആ ഒരു മോട്ടീവിലാണ് പോയത്. പ്രേമിക്കാൻ വേണ്ടി ഒന്നല്ല. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ചില ബോണ്ട്സ് നാച്ചുറലി ഉണ്ടാവും. ലൈക്ക് ഇഫ് യു ലൈക്ക് സം പീപ്പിൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അപ്പാണി ആയാലും അക്ബർ ആയാലും ഇതെല്ലാം നാച്ചുറലി ഉണ്ടായ ബോണ്ട്സ് ആണ്. വിത്ത് ജിസേൽ ആസ് വെൽ. ജിസേൽ എനിക്കൊരു സ്പെഷ്യൽ മെമ്പർ ആയിരുന്നു ഈ വീട്ടിൽ. ഫുഡിൻ്റെ കാര്യത്തിലായാലും സംസാരത്തിൻ്റെ കാര്യമായാലും ഷീ വാസ് ഓൾവേസ് വിത്ത് മീ.